വിശ്വാസികളെ, വൈദിക വിദ്യാർത്ഥികളെ, നമ്മുടെ സെമിനാരിയുടെ ദേശശതാബ്ദി ആഘോഷങ്ങളോട് ചേർന്ന് 2-3 ദിവസമായി ഇവിടെ ഒരു ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കും. ഇന്ന് ഇവിടെ ചർച്ചയ്ക്കുള്ള വിഷയം പരിശുദ്ധ പടശ്ശേരത്തിനുവേണ്ടിയും പഴയ സെമിനാരിൽ നിന്നുള്ള ബന്ധമാണ്. ഈ ചർച്ചയ്ക്കുള്ള പ്രബന്ധം അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസ് ഗോണച്ചനാണ്. നമ്മുടെ ചരിത്ര വിഭാഗത്തിലെ അധ്യാപകനാണ്. മലങ്കര സഭയുടെ ചരിത്രത്തെ വളരെ അവഗാധമായിട്ട് പഠിക്കുകയും നമുക്കത് പറഞ്ഞു തരികയും അദ്ദേഹത്തിൻ്റെ ഈടുള്ള ലേഖനങ്ങൾ കൂടി നമ്മളെ മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. ഈ പ്രബന്ധം അവതരിപ്പിക്കുന്ന അച്ഛന് ഏറ്റവും അനുയോജ്യമാണ് എന്ന് ഈ സമയത്ത് ഓർക്കണം. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും 1881 23-ാമത്തെ വയസ്സിൽ പരിശുദ്ധ പടശ്ശേരി തിരുമേനി വൈദികനായിട്ട് പട്ടം കെട്ടി. 1 വർഷത്തിന് ശേഷം ഗുരുവായ പരിശുദ്ധ പരിമല തിരുമേനി അദ്ദേഹത്തെ പരിമല സെമിനാരിലെ അധ്യാപകനായിട്ട് നിയമിക്കുകയുണ്ടായി. അത്രമാത്രം കഴിവും പാഠവും ഉണ്ടായിട്ടായിരിക്കണം ഗുരുവായ പരിശുദ്ധ പരിമല തിരുമേനി അദ്ദേഹത്തെ അവിടെ അധ്യാപകൻ നിയമിക്കുന്നു. 1885 പഴയ സെമിനാരി മാർത്തോമ സഭക്കാരുമായുള്ള കേസിൽ നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാകുമ്പോൾ അത് നമ്മൾ സഭ വീണ്ടും അത് തിരിച്ചെടുക്കുകയും ഇവിടെ വൈദ്യ വിദ്യാഭ്യാസം പുനരാരംഭിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ പടശ്ശേരി തിരുമേനിയെയും കോനാട്ട് മാർത്തോമാനച്ഛനെയും ഇവിടെ അധ്യാപകരായിട്ട് നിയമിക്കുകയുണ്ടായി. അന്ന് മുതൽ പരിശുദ്ധ പടശ്ശേരി തിരുമേനിക്ക് പഴയ സെമിനാരിയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. 1903 അദ്ദേഹം റഹ്മാനായിട്ട് പട്ടം കെട്ടുന്നു. അന്ന് മുതൽ മുഴുവൻ സമയവും പഴയ സെമിനാരിൽ തന്നെയായിരുന്നു അദ്ദേഹം താമസിച്ചതിന് മുമ്പ് ചിലപ്പോൾ പരിമലയ്ക്ക് പോവുകയും അങ്ങനെ 2 സ്ഥലത്തു കൂടിയാണ് താമസിച്ചത്. റബ്ബാനായതിനു ശേഷം പൂർണ്ണമായിട്ടും പഴയ സെമിനാരിൽ തന്നെ താമസിക്കുകയും ഇവിടെ ജീവിക്കുകയും ചെയ്തു. 1908 മലങ്കര മെത്രാപ്പൊലീത്ത ആയി നിയമിതനായതിനു ശേഷം അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പഴയ സെമിനാരിയുമായി ബന്ധപ്പെട്ടതാണ്. വളരെ കലുഷിതമായ ഒരു സഭ അന്തരീക്ഷത്തില് ദൈവം തമ്പുരാൻ അനേകം കഴിവുകളും അനേകം വിശേഷമായ സിദ്ധികളും നൽകി നമുക്ക് നൽകിയ ഒരു പരിശുദ്ധ പിതാവായിരുന്നു പരിശുദ്ധ പടശ്ശേരി തിരുമേനി. ഈ കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധിയിൽ നമ്മെ നയിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തെ ദൈവം നമുക്ക് നൽകി. ഒരു റഷ്യൻ പഴഞ്ചൊല്ലുണ്ട്, എ ഹാമർ ഷാറ്റേഴ്സ് ഗ്ലാസ് ബട്ട് ഫോർജസ് അയൺ. അദ്ദേഹം ഒരു ഉരുക്ക് മനുഷ്യൻ തന്നെയായിരുന്നു. അതുപോലെ വളരെ ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യര് ഒരുപക്ഷെ അടിപതറാവുന്ന ആ കാലഘട്ടത്തിൽ ഈ സഭയെ നയിക്കുകയും ഇവിടെ ഒരു വൈദിക വേദോപദേശ സ്ഥാനത്തിന് വേണ്ടിയോ മോറോൻ പുരാശിക്ക് വേണ്ടിയോ മറ്റൊരു സഭയെ വൈദേശിക സഭയെ ആശ്രയിക്കാതിരിക്കാൻ തക്കവണ്ണം ഇവിടെ കാതോലിക്ക സ്ഥാപനം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈ സഭയുടെ സ്വതന്ത്രമായ നിലനിൽപ്പ് പുരോഗതിക്ക് വേണ്ടി ഒരു പഠനഘടന ഉണ്ടാവുകയും ഒക്കെ ചെയ്ത അനേകം കാര്യങ്ങൾ ഈ പഴയ സെമിനാരിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം നിർവഹിച്ചത്. ഒരുപക്ഷെ ഈ പിതാവ് പരിമല താമസിച്ചിരുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ നടപ്പാകില്ലായിരുന്നു എന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിച്ച്. എന്നാൽ കോട്ടയം അന്ന് ഒരു സാംസ്കാരിക കേന്ദ്രം മാത്രമല്ല, മറ്റ് സഭകളുമായിട്ടുള്ള എക്യുമെനിക്കൽ ബന്ധത്തില് മറ്റ് അനേകം പ്രത്യേകത ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാധീനം ഒരുപക്ഷെ വളരെ അധികമായിട്ട് തിരുമേനിയെ രൂപപ്പെടുത്തി കാണാം എന്നുള്ളതിന് സംശയമില്ല. MD സെമിനാരി പ്രിൻസിപ്പലായിട്ടും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം കോട്ടയത്ത് ആയതുകൊണ്ട് മാത്രം
അദ്ദേഹത്തെ അത്രയും വളർത്തിയത് എന്നൊരു പക്ഷേ ചിന്തിക്കും. ഇതേക്കുറിച്ചെല്ലാം വളരെ ഭംഗിയായിട്ട് ബഹുമാനപ്പെട്ട ജോസ് ജോണസ് നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രബന്ധാവതരണത്തിനായിട്ട് ഞാൻ സ്വാഗതം ക്ഷണിക്കുന്നു. എന്നെ ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പതിനായി ഭാരതഭാഷൻ ജേക്കബ് രേച്ചൻ, ക്ഷേമീസച്ചൻ, കരിങ്ങാട്ടിലച്ഛൻ, ജോസഫ് സാർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷമാശൻ, അച്ഛൻ, ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി പഴയ സെമിനാരി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ആമുഖ വാക്കുകളിലൂടെയും സ്വാഗത പ്രസംഗങ്ങളിലൂടെയും ഓർപ്പിച്ചതുപോലെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി പഴയ സെമിനാരി തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായി, ദൃഢമായ ഒരു ബന്ധമുണ്ടായി. വട്ടശ്ശേരി തിരുമേനിയെ കുറിച്ചുള്ള ഒരു അനുസ്മരണ പ്രഭാഷണമല്ല ഇത്. അതുപോലെ തന്നെ വട്ടശ്ശേരി തിരുമേനിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി മലങ്കര സഭയ്ക്കുണ്ടായ സമഗ്രമായ വളർച്ചയുടെ ഒരു അനുസ്മരണവുമല്ല ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് വട്ടശ്ശേരി തിരുമേനി മലങ്കര സഭയുടെ അടുത്ത വീടായ ഈ പഴയ സെമിനാരിയിൽ തന്റെ പ്രവർത്തന മണ്ഡലം ആരംഭിച്ചത് മുതൽ ഇവിടെ ഓർപ്പിച്ചതുപോലെ 1886 മുതൽ 1934 വരെയുള്ള അരനൂറ്റാണ്ട് കാലം, ഏകദേശം 48 വർഷക്കാലം അദ്ദേഹം ഇവിടെ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് വഴി പഴയ സെമിനാരി എന്ന നിലയിൽ അടുത്ത വീടിനുണ്ടായ ചില മാറ്റങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഇന്നത്തെ സെമിനാറിൽ നാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ വ്യക്തിപരമായ മലങ്കര സഭയ്ക്കുള്ള സമഗ്രമായ സംഭാവനകൾ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ റോയൽ കോടതി വിധിയുണ്ട്, അതുപോലെ തന്നെ പട്ടിപ്പണ കേസുണ്ട്, മലങ്കര മെത്രാപ്പോലീത്തായിരുന്ന അദ്ദേഹം സ്ഥാനമേൽക്കുന്നുണ്ട്, കാതോലിക്ക ചിന്ത സ്ഥാപനമുണ്ട്, സഭാ ഭരണഘടനയുടെ രൂപീകരണമുണ്ട്, 3 കാതോലിക്കാമാട വാഴ്ചകളുണ്ട്. ഇതൊന്നും നമ്മുടെ ഈ വിഷയവുമായി പ്രത്യക്ഷത്തിൽ ബന്ധപ്പെട്ട് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ വിഷയം പരിപൂർണമായി വട്ടശ്ശേരി തിരുമേനിയിലും പഴയ സെമിനാരിയുടെ മാറ്റങ്ങളിലും മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും എന്ന് ആമുഖമായി അറിയിക്കട്ടെ. ഇവിടെ ഓർപ്പിച്ചതുപോലെ വളരെ ഭാഗ്യവാനായ ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. 18ാമത്തെ വയസ്സിൽ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് 1876 യൗപചാരിക പട്ടത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് 80-81 കാലഘട്ടത്തിൽ കശീശയായി 1881 തന്നെ 23ാമത്തെ വയസ്സിൽ മലങ്കര മൽപ്പാനാകുവാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. അദ്ദേഹം മൽപ്പാനായിരിക്കുന്ന കാലഘട്ടത്തിൽ പരിമല സെമിനാരിയിലാണ് വൈദിക വിദ്യാഭ്യാസം നടക്കുന്നത്. നമുക്കറിയാമല്ലോ, 1852 മുതൽ 1885 വരെയുള്ള കാലഘട്ടത്തിൽ പഴയ സെമിനാരി എന്ന് പറയുന്നത് നവീകരണ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരുടെ കൈകളിലായിരുന്നു. അതുകൊണ്ട് മലങ്കര സഭയുടെ വൈദിക പഠനം ആ കാലങ്ങളിൽ ഇവിടെയല്ല നടന്നിരുന്നത്, അത് പരിമല സെമിനാരിയിലും വെട്ടിക്കൽ ദേറായാലും ഒക്കെ ആയി നടക്കുകയായിരുന്നു. മലങ്കര മൽപ്പാനായി പരിമല സെമിനാരിയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് 1885 നവീകരണക്കാരിൽ നിന്നും ഈ സെമിനാരി നമുക്ക് കിട്ടിയപ്പോൾ പുലിക്കോട്ട് തിരുമേനിയുടെ അഭ്യർത്ഥന പ്രകാരം, കൽപ്പന പ്രകാരം പരിമലയിൽ നിന്ന് ഇവിടേക്ക് താമസം മാറ്റുവാനും അങ്ങനെ 86 മുതൽ 1934 വരെയുള്ള സുദീർഘമായ കാലഘട്ടം പരിപാവനമാവാൻ, പവിത്രമായ ഈ പുണ്യഭൂമിയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു. ആ കാലയളവിൽ പഴയ സെമിനാരിക്ക് ഉണ്ടായ ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ മലങ്കര സഭയുടെ ഒരു മലങ്കര മെത്രാപ്പോലീത്ത എന്നുള്ളതിനും മലങ്കര മൽപ്പാൻ എന്നുള്ളതിനും പഴയ സെമിനാരിക്ക് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ആരായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നാം ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കർമ്മ മേഖലകൾ 4 സ്ഥലങ്ങളിലായിട്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രധാനമായും പഴയ സെമിനാരി, പരിമല സെമിനാരി, വെട്ടിക്കൽ ദേറ, MD സെമിനാരി. എന്നാൽ അധിക സമയം അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത് പഴയ സെമിനാരി ആണ് എന്നുള്ളത് സംശയമില്ല. 1886 മുതൽ 1934 വരെയുള്ള അവസാന കാലഘട്ടം വരെ പഴയ സെമിനാരിയിൽ അദ്ദേഹം പ്രവർത്തിക്കുവാനും
പ്രാർത്ഥിക്കുവാനും വൈദിക പരിശീലനം നൽകുവാനും ഒക്കെ സാധിച്ചു. 86-ൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ പഴയ സെമിനാരിയുടെ അല്ലെങ്കിൽ ഈ പടുത്ത വീടിന്റെ ഒരു മൽപ്പാനായി നിയമിക്കുന്നതോടൊപ്പം തന്നെ കടവിൽ പൗലോസ് മാർ അത്താനാസിന്റെ മേൽവിചാരകനായി, അതുപോലെ തന്നെ മൽപ്പാന്റെ സഹായിയായി കോനാട്ട് മാത്തൻ മൽപ്പാനെ ഇവിടേക്ക് നിയമിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ടാണ് ഇവിടെ വൈദിക പഠനം പുനരാരംഭിക്കുന്നതും തുടർന്ന് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ഈ പഴയ സെമിനാരിയുടെ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായി തീരുന്നത്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ താമസവും പ്രവർത്തനവും പഴയ സെമിനാരിക്ക് 4 മേഖലകളിൽ 4 കാര്യങ്ങളിൽ സവിശേഷമായിരുന്നു എന്ന ഇന്നത്തെ സെമിനാറിൽ കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, മലങ്കര മൽപ്പാൻ എന്ന നിലയിൽ പഴയ സെമിനാരിയിൽ അദ്ദേഹം വൈദിക വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുവാൻ തയ്യാറായ ആ നാൾ മുതൽ അദ്ദേഹത്തിന്റെ ഈ ലോക ജീവിതത്തിന്റെ അവസാന കാലത്തോളം ഈ വൈദിക സെമിനാരിയെ സംബന്ധിച്ച്, പടുത്ത വീടിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറിച്ച് ഏവർക്കും പറയാമായിരുന്ന ഒന്ന് അതുല്യനായ ഒരു ഗുരുശ്രേഷ്ഠൻ എന്നുള്ളതായിരുന്നു. പടുത്ത വീടിന്റെ അതുല്യനായ ഒരു ഗുരുശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് കാർക്കശ്യമുള്ള ഒരു മൽപ്പാൻ എന്ന നിലയിൽ പലപ്പോഴും നാം രചനകളിലൊക്കെ കാണുന്നു. കാർക്കശ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മുടക്കുന്നതിന് ഒരു കാരണം പറഞ്ഞിരുന്നത് ഷമ്മാശന്മാരെ മൂത്രം ഒഴിക്കുന്നത് വരെ അടിക്കുന്ന ഒരു മൽപ്പാൻ എന്ന നിലയിലാണ്. വളരെ കർശനമായി വിദ്യാർത്ഥികളെ ശിക്ഷണ നടപടികൾക്ക് വിധേയനാക്കിയിരുന്ന ഒരു മൽപ്പാനായിരുന്നു. എന്നാൽ അതേസമയം തന്നെ പിതൃവാത്സല്യത്തോടെ സ്നേഹോഷ്മളതയോടെ തന്റെ സഹപാഠികളെയും ഷമ്മാശന്മാരെയും പൈതങ്ങളെയും സ്നേഹിച്ചിരുന്ന ഒരു ഗുരുശ്രേഷ്ഠനും കൂടെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഡയറി കുറിപ്പുകളിൽ അഭിനയ ഐറേനിയസ് തിരുമേനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെമിനാരി അധ്യാപകരിൽ സ്വീകാര്യത നേടിയ, ഇത്രമാത്രം സ്വീകാര്യത നേടിയ മറ്റൊരു ഗുരുശ്രേഷ്ഠൻ ഇല്ലായിരുന്നു എന്നാണ്. അതിലൊരു സംഭവം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് 1881-ൽ പരമല സെമിനാരിൽ നിന്ന് കോട്ടയത്തേക്ക് പോകണമെന്ന് പിന്നെ പുലിക്കോട്ടിൽ 5-ാമൻ തിരുമേനി ആവശ്യപ്പെടുമ്പോൾ അവിടെ താൻ മാനേജരായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1881 മുതൽ 1908 വരെ പരമല സെമിനാരിയുടെ മാനേജർ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയായിരുന്നു. അതുകൊണ്ട് ആ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ഒരു സ്ഥലമാറ്റൽ തനിക്ക് പ്രയാസമാണ് എന്ന് കണ്ടുകൊണ്ട് പോകുന്നില്ല എന്നുള്ള നിശ്ചയത്തിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ആയിരിക്കുമ്പോൾ ശമ്പാശന്മാരും വിദ്യാർത്ഥികളും പറഞ്ഞതായ ഒരു വാക്കുണ്ട്, വട്ടശ്ശേരി മൽപ്പാൻ പോകുന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല എന്ന്. അത് ഒരു അനുസരണക്കേടിന്റെ തരത്തിലല്ല ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. പിതൃതുല്യം വാത്സല്യതുല്യം തങ്ങളെ സ്നേഹിക്കുന്ന ഗുരുശ്രേഷ്ഠൻ എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കുവാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന ശമ്മാശന്മാരും പൈതങ്ങളും പറഞ്ഞതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാർക്കശ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ, ശിക്ഷണത്തിന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മൽപ്പാൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്നാൽ സെമിനാരിയുടെ ശിക്ഷണ നടപടികൾ, അച്ചടക്ക നടപടികൾ വളരെ കൃത്യമായി നിർവഹിക്കുവാൻ അതുല്യനായ ഈ ഗുരുശ്രേഷ്ഠന് സാധിച്ചു. അതോടൊപ്പം തന്നെ പിതൃവാത്സല്യത്തോടെ ഈ പടുത്ത വീടിന്റെ ഒരു മൽപ്പാനായി ശോഭിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. സെമിനാരിയുടെ ആത്മാവും ജീവനുമായി ഒരു നെടുന്തൂണായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുന്നത്. അതുകൊണ്ട് പടുത്ത വീട് എന്ന നിലയിൽ പഴയ സെമിനാരി മൽപ്പാനായിരുന്ന പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ആരോടും സമാധാനപ്പെടാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ആർക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള അതുല്യ പ്രതിഭയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് പടുത്ത വീടിന്റെ എക്കാലത്തെയും ശ്രേഷ്ഠനായ ഒരു ഗുരുവര്യനായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. രണ്ടാമതായി, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ 1886 മുതൽ 1934 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വ്യവഹാരങ്ങളുടെ ഒരു കാലമായി നമുക്ക് മനസ്സിലാക്കാം. 1881 റോയൽ കോടതി വിധി ഉണ്ടാകുന്നുണ്ട്, മാർത്തോമക്കാർ മാറിപ്പോകുന്നുണ്ട്. എന്നാൽ പിന്നീട് വളതിർത്തി സുഗതോസിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വരുന്ന പാത്രീസിന്റെയും അന്ത്യോക്യൻ സഭയുടെയും ഒക്കെ അധിനിവേശം സഭയിൽ ഒത്തിരി ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ഈ പഴയ സെമിനാരി എന്ന് പറയുന്ന ഈ പടുത്ത വീട് ഒരു വ്യവഹാരത്തിന്റെ എളിരംഗമായി തീർന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് അദ്ദേഹത്തിന്റെ മാഹാത്മ്യത്തെ കുറയ്ക്കുന്നതല്ല, മറിച്ച് അപ്രകാരമായി തീർന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. 1914 അബ്ദുള്ളയുടെ മുടക്കിനോടനുബന്ധിച്ച്
മുടക്കുകൽപ്പന വന്നപ്പോൾ മുതൽ തുടങ്ങിയ വ്യവഹാരങ്ങളുണ്ട്. അല്ലപ്പള്ളിയിലെ ഗീവർഗീസ് എന്ന് വിളിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതായ സന്ദർഭങ്ങളുണ്ട്. അദ്ദേഹത്തെ കൊല്ലുവാനായി ഗുണ്ടകളെ പറഞ്ഞുവിടുന്ന സന്ദർഭങ്ങളുണ്ട്. അംഗരക്ഷകനായി വന്ന വർക്കി വർഗീസ് അഥവാ ആനപ്പാപ്പിയെ 13 തലച്ചോറിൽ 13 വെട്ട് ഏറ്റുകൊണ്ട് ഈ മീനച്ചിലാറിന്റെ തീരത്ത് അദ്ദേഹം നടന്നതായ ദുരന്തരമായ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വളരെ കലുഷിതമായ വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ഇവിടുത്തെയുള്ള കാലഘട്ടം എന്നുള്ളൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കൂട്ടുപ്രസിദ്ധികളായിരുന്ന കോനാട്ട് മാത്തൻ മൽപ്പാനും CJ കുര്യനും ഒക്കെ കാലുമാറിയ സന്ദർഭങ്ങളിൽ വ്യക്തിപരമായ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അന്ന് വരെ ഒരു പക്ഷേ പഴയ സെമിനാരി ഒരു പഠിത്ത വീട് എന്ന നിലയിൽ കാണുന്നു എങ്കിലും പിന്നീട് അന്തരീക്ഷം മാറുകയാണ്. ഈ പഠിത്ത വീട് എന്ന് പറയുന്ന പഴയ സെമിനാരി ഒരു വ്യവഹാരങ്ങളിലെ രംഗമായി കേന്ദ്രമായി മാറുന്നു എന്നുള്ള സാഹചര്യം ചരിത്രത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഈ മുടക്ക് വന്നതിന് ശേഷം അബ്ദുള്ള വട്ടശ്ശേരി തിരുമേനിയെ മുടക്കി. എന്നാൽ അബ്ദുള്ളയുടെ കൂടെയായിരുന്നു കൂട്ടുപ്രസിദ്ധികളായിരുന്ന കോനാട്ട് മാത്തൻ മൽപ്പാനും CJ കുര്യനും. അവർക്ക് മലങ്കര സഭയുടെ ഈ പൗരാണികമായ സ്വത്ത് കൈവശമാക്കണമെങ്കിൽ മലങ്കര മെത്രാപ്പോലീത്ത എന്ന നിലയിൽ ഉടമസ്ഥാവകാശമുള്ള പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ ഈ സ്ഥാപനത്തിൽ നിന്നും മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഒത്തിരി കുതന്ത്രങ്ങൾ അവർ പ്രയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു കുതന്ത്രത്തെ കുറിച്ചാണ് ആദ്യ ദിവസം തന്നെ നമ്മൾ കേട്ടുവല്ലോ. ഇവിടെ നാളികേരം ഇടാൻ വന്നു. നാളികേരം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ മാനേജരനായിരുന്ന അന്നത്തെ മട്ടക്കൽ അലക്സാണ്ടർ ചെന്ന അവരോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന സന്ദർഭത്തില് അദ്ദേഹത്തിന്റെ താടി മീശയ്ക്ക് കയറി ഗുണ്ടകൾ പിടിക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. ആ സന്ദർഭത്തില് ഇത് കണ്ടുകൊണ്ട് 2 വിഭാഗങ്ങളായ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മാളികമുറിയുടെ വടക്ക് ഭാഗത്തായിട്ടും കോനാട്ട് മാത്തൻ മൽപ്പാനും CJ കുര്യനും മാളികമുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടും ഈ രംഗം വീക്ഷിക്കുന്നുണ്ട്. തന്നെ മാനേജരായിരിക്കുന്ന മട്ടക്കൽ അച്ഛനെ താടിമേശയ്ക്ക് പിടിച്ച് വലിക്കുന്ന സന്ദർഭത്തില് വട്ടശ്ശേരി തിരുമേനി വളരെ വൈകാരികതയോടെ തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഒരു വടി ഉണ്ടായിരുന്നു, ചൂരൽ വടി. ആ വടി വെച്ച് കോനാട്ട് മാത്തൻ മൽപ്പാന് നല്ല ഒരു അടി പുറകിൽ നിന്ന് കൊടുക്കുന്നതായും CJ കുര്യൻ തടസ്സം പിടിക്കുന്നതായും ഒക്കെ നാം അവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സംഘടനത്തിൻ്റെതായ അന്തരീക്ഷത്തിലേക്ക് ഈ പഠിത്ത വീഴുന്ന സാഹചര്യം നീങ്ങിപ്പോകുന്നുണ്ട്. അത് ആരുടെയും വ്യക്തിമാഹാത്മ്യങ്ങൾ കുറയ്ക്കുവാനുള്ളതല്ല, അല്ലെങ്കിൽ ആരുടെയും പ്രവർത്തികളുടെ കുറവ് മൂലം സംഭവിച്ചതല്ല. പക്ഷേ പഴയ സെമിനാരി വട്ടശ്ശേരി തിരുമേനി എന്നുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സാഹചര്യങ്ങളെ, ആ കാലഘട്ടത്തെ നാം വിലയിരുത്തുമ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് പോയിന്റും അവിടെ ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മാനേജരെ പുറത്താക്കുകയും അതുവഴി മെത്രാപ്പോലീത്തയെ പുറത്താക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ തങ്ങൾക്ക് തങ്ങളുടെ ഉടമസ്ഥാവകാശം ഇവിടെ സ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന വിചാരത്തിൽ അങ്ങനെയുള്ള ഒത്തിരി കുതന്ത്രങ്ങൾ കോനാട്ട് മാത്തൻ മൽപ്പാനും അതുപോലെ തന്നെ CJ കുര്യൻ, പ്രമാണിയായ CJ കുര്യനും അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ ഇവിടെ നിർവഹിക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ ഇവിടെ ഒരു പഠന കേന്ദ്രം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സംഘടനത്തിന്റെ കേന്ദ്രമായി, വ്യവഹാരങ്ങളുടെ കേന്ദ്രമായി മാറുന്ന ഒരു അന്തരീക്ഷവും ഇവിടെയുണ്ട്. മറ്റ് ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് വ്യവഹാരങ്ങളൊക്കെ നടന്നു. നമ്മൾ കണ്ടു, സംഘടനകളൊക്കെ നടന്നു. ആനപ്പാപ്പിയെ വധിക്കുവാൻ വരുന്നുണ്ട്, മലങ്കര മെത്രാപ്പോലീത്തയായിരുന്ന വട്ടശ്ശേരി തിരുമേനിയെ വധിക്കുവാൻ വരുന്നുണ്ട്. അതുകൊണ്ട് എവിടെയും വ്യവഹാരങ്ങളാണ്. അബ്ദുള്ളയുടെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്, മെത്രാന്റെ കൂടെ നിൽക്കുന്ന വിഭാഗമുണ്ട്. ചാപ്പലിലായാലും ആരാധനയിലായാലും ഒക്കെ സംഘടനകളുടെ കാലഘട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പഴയ സെമിനാരിയെ ഒരു സംരക്ഷണ ചുമലിൽ ഒരു കോട്ടയായി നിലനിർത്തുന്നത് തികച്ചും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ വ്യക്തിത്വമാണ് എന്നുള്ള സംശയവുമില്ല. ഒരു പക്ഷേ ഈ വ്യവഹാരങ്ങളുടെ ഒക്കെ ഇടയിൽ എനിക്കിത് വേണ്ട, വിമർശനങ്ങൾ ഏറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. വ്യവഹാരങ്ങളുടെ പിതാവ് എന്നുള്ള നിലയിലും കാർക്കശക്കാരൻ എന്ന നിലയിലും കേസ് നടത്തുന്ന മെത്രാച്ചൻ എന്ന നിലയിലും മുടക്കപ്പെട്ട മെത്രാച്ചൻ എന്ന നിലയിലും മല്ലപ്പള്ളി വർഗീസ് എന്ന നിലയിലും ഒക്കെ ഒത്തിരി അധിക്ഷേപങ്ങൾ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഊമക്കത്തുകൾ അനവധി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൊള്ളുകാത്ത വാക്കുകൾ ഊമക്കത്തുകൾ വിളിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് എന്നും ഒക്കെയാണ് ചരിത്രത്തിൽ വായിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ഈ പഴയ സെമിനാരിയിൽ നിന്ന് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഴയ സെമിനാരി വിട്ട് പോയിരുന്നു എങ്കിൽ
മലങ്കര സഭയുടെ ഒരു പൗരാണിക സ്വത്തായി ഒരിക്കലും ഇന്ന് നമുക്ക് ഈ സ്ഥാപനം അനുഭവിക്കുവാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് പഴയ സെമിനാരിയുടെ ഒരു സംരക്ഷകനായിരുന്നു. വ്യവഹാരങ്ങളുടെ ഇടയിലും പ്രതിസന്ധികളുടെ ഇടയിലും പഴയ സെമിനാരിയെ മലങ്കര സഭയുടെ ഭാഗമായി നിലനിർത്തുവാൻ തക്കോണം അക്ഷീണം പ്രവർത്തിച്ച, വ്യക്തിപരമായി നേരിട്ട എല്ലാ അധിക്ഷേപങ്ങളെയും എല്ലാ വിമർശനങ്ങളെയും മറന്നുകൊണ്ട് മലങ്കര സഭയുടെ സ്വത്താണിത്, ഇത് മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാപനമാണ്, ഇത് മലങ്കര സഭയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന ബോധ്യത്തോടുകൂടി ഇതിനെ സംരക്ഷിക്കുവാൻ തക്കോണം പ്രവർത്തിച്ച ഒരു വന്യപിതാവായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. കേസുകൾ ഉണ്ടായിട്ടുണ്ട്, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, ആരോപണങ്ങൾ കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവയുടെ നടുവിലും ഇത് മലങ്കര സഭയുടെ പൗരാണിക സ്വത്ത്, അത് മലങ്കര മെത്രാപ്പോലീത്ത അവകാശം എന്ന നിലയിൽ അതിനെ സംരക്ഷിക്കാൻ തക്കോണം അദ്ദേഹം ശ്രമിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതാണ്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും പഴയ സെമിനാരിയും തമ്മിലുള്ള ബന്ധത്തില് നമുക്ക് അറിയാമല്ലോ, മുൻകാലങ്ങളില് സഭയുടെ ഒരു കേന്ദ്രം എന്ന നിലയിൽ എങ്ങും എവിടെയുള്ള കേന്ദ്രങ്ങളെ നമുക്ക് എടുത്തു കാണിക്കുവാനായിട്ട് സാധിക്കില്ല. പരിമല സെമിനാരിയുണ്ട്, വെട്ടിക്കൽ ദേറായുണ്ട്, MD സെമിനാരിയുണ്ട്, കോട്ടയം ചെറിയ പള്ളിയുണ്ട്, ചേപ്പാട് പള്ളിയുണ്ട്. ഇവിടെയൊക്കെ അന്നന്നത്തെയുള്ള മേലധ്യക്ഷന്മാർ അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില കേന്ദ്രങ്ങളെ അവരുടെ കേന്ദ്രങ്ങളായി തെരഞ്ഞെടുത്തു എന്നുള്ളതല്ലാതെ ഒരു സഭാഭരണ കേന്ദ്രമായി ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ എടുത്തു കാണിക്കുവാൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ കാലഘട്ടത്തില്, പ്രത്യേകിച്ച് അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്ത ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പഴയ സെമിനാരി ആയിരുന്നു അതിന്റെ ഒരു ഭരണ സ്ഥിര കേന്ദ്രമായി പരിലസിച്ചത്. പരിമല സെമിനാരി, വെട്ടിക്കൽ ദേറായി, MD സെമിനാരി, കോട്ടയം ചെറിയപള്ളി അല്ലെങ്കിൽ മറ്റു പള്ളികളും ഒക്കെ ഉണ്ട്. എങ്കിലും ഭരണ സ്ഥിര കേന്ദ്രമായി ആ കാലഘട്ടത്തിൽ പരിലസിക്കുവാൻ തക്കോണം പഴയ സെമിനാരിയെ അങ്ങനെ ആക്കി തീർത്തത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ഇവിടുത്തെ വാസു പ്രവർത്തനവുമായിരുന്നു എന്നുള്ളൊരു സംശയം. അതുകൊണ്ട് പഴയ സെമിനാരിയെ സംബന്ധിച്ച്, മലങ്കര സഭയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒത്തിരി വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കാതോലിക്കറ്റ് സ്ഥാപിക്കുന്നുണ്ട്, ഭരണഘടന രൂപീകരിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ പുറകില് ഈ പഴയ സെമിനാരിയുടെ പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് എന്നൊരു യാതൊരു സംശയവുമില്ല. എങ്കിലും നമ്മുടെ വിഷയം പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി പഴയ സെമിനാരി എന്നുള്ളതായതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ പഴയ സെമിനാരിക്ക് ഉണ്ടായതായ മാറ്റങ്ങളെ സംബന്ധിച്ചാണ് നാം ചിന്തിച്ചത്. ഇതൊരു ഭരണ സ്ഥിര കേന്ദ്രമായി വളർന്നു വരുവാൻ, മലങ്കര സഭയുടെ ഒരു പൗരാണിക കേന്ദ്രമായി നിലനിൽക്കുവാൻ, വ്യവഹാരങ്ങളുടെ കേളി രംഗമായിരുന്നു എങ്കിലും അതുല്യനായ ഒരു ശ്രേഷ്ഠ ഗുരുവായി, പടുത്ത വീടിന്റെ ഒരു ശ്രേഷ്ഠ ഗുരുവായി പരിലസിക്കുവാൻ തക്കോണം പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ചില ന്യൂനതകളൊക്കെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചേക്കാം, ചില കുറവുകളൊക്കെ നമുക്ക് എടുക്കുവാൻ സാധിച്ചേക്കാം. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പഴയ സെമിനാരി ഒരു പടുത്ത വീടെന്ന നിലയിൽ പരിലസിക്കുവാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ സഹായിച്ചു. ഇവിടെയൊക്കെ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാമാവുന്ന ഒരു പൈതൃകം അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായാണ് ഇവിടെ ഇന്നും നിലനിൽക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ആശ്വാസമായി ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഈ ഒരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പച്ചനോടും ഇതിന്റെ ചുമതലപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ 3 ദിവസമുള്ള ഇവിടുത്തെ പഠന സെമിനാറിൽ നമുക്ക് ലൈവ് ടെലികാസ്റ്റിംഗ് നൽകി ജോയിസ് തോട്ടക്കാടാണ് അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള അവസരം. ബഹുമാനപ്പെട്ട J. വർഗീസ് അച്ഛൻ്റെ ഏതാണ്ട് ഈ സെമിനാറിന്റെ സമാപന നിരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൂടുതൽ പറയാനായിട്ട് എനിക്ക് അറിവില്ല, കഴിവില്ല. എങ്കിലും അച്ഛൻ അവസാനം പറഞ്ഞു വെച്ചിടത്ത് ഒന്ന് തുടങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതായത് ഈ പഴയ സെമിനാരിയുടെ സ്ഥാനം സഭയുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ സഭയുടെ ആരാധനാ പാരമ്പര്യത്തെയും വേദശാസ്ത്ര പാരമ്പര്യത്തെയും അന്ത്യോക്യൻ സുറിയാനി സഭയുമായിട്ട് ബന്ധിപ്പിച്ച് വളർത്തുവാനുള്ള ഒരു വ്യക്തമായ പരിശ്രമം ആരംഭിച്ചത് ഇവിടെ. അതിന് സംശയമൊന്നുമില്ല. വട്ടശ്ശേരി തിരുമേനിയിലും അത് കുറെ ഏറെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ
അവിടെ എക്കാലവും ഈ സഭയും ഈ സെമിനാരിയും ഉടക്കി കിടക്കണമെന്ന് വടശ്ശേരി തിരുമേനി ഒരിക്കലും ആഗ്രഹിച്ചില്ല. അത് ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. മതോപദേശ സാരങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥം ഉണ്ടാക്കിയപ്പോൾ അതിന് അടിസ്ഥാനമായിട്ട് അദ്ദേഹം മ്നാറസ്കുദിശ എന്ന് പറയുന്ന ഗ്രന്ഥമോ സൽഗ എന്ന് പറയുന്ന ഗ്രന്ഥമോ ഒന്നും കാര്യമായിട്ട് എടുത്തില്ല. ബൈബിൾ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എത്രമാത്രമുണ്ട് എന്ന് അതിന്റെ അനുഷ്ഠാനങ്ങളില് വിശ്വാസ സംഹിതകളില് ഒക്കെ ഉള്ളത് അദ്ദേഹം വളരെ വ്യക്തമാക്കി കാണിച്ചു തന്നു. അപ്പോൾ വേദപുസ്തകപരമായ ഒരു അടിസ്ഥാനത്തിലേക്ക് വരിക. അടുത്തത് ആരാധനാപരമായി നമുക്കുള്ള വളരെ ശക്തമായ പാരമ്പര്യമാണ് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്, യാതൊരു സംശയവുമില്ല. എന്നാൽ അത് ചുവട് വെച്ചുകൊണ്ട് പൗരസ്ത്യമായതും ഭാരതീയമായതുമായിരിക്കുന്ന ഒരു ആരാധനാ സാഹചര്യത്തിലേക്കുള്ള ഒരു വളർച്ച വേണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് അദ്ദേഹം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെയും അതുപോലെ തന്നെ കണ്ടത്തിൽ വർഗീസ് മാധവയുടെയും ഒക്കെ സംസർഗം കൊണ്ടും സഹായം കൊണ്ടും ആരാധന എന്താ നമസ്കാരം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ചരിത്രത്തിലുണ്ട്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള തികച്ചും ഭാരതീയമായ മലയാള കീർത്തനങ്ങൾ അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയായിരുന്നു. ആ പുസ്തകത്തിന്റെ അപ്രൂവൽ അദ്ദേഹം വാങ്ങിച്ചത് വടശ്ശേരി തിരുമേനിയിൽ നിന്നാണ്. തിരുമേനി വളരെ സന്തോഷത്തോടു കൂടി അതിന് അനുമതി നൽകിയതിന്റെ പിന്നിൽ ഒരു ദർശനം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്നും ഇങ്ങനെ സുറിയാനിയിൽ ചൊല്ലിയതുകൊണ്ടായില്ല, സുറിയാനി രാഗങ്ങളിൽ എന്നും കിടക്കണമെന്നുമില്ല. ഭാരതീയമായിരിക്കുന്ന രാഗങ്ങള് ക്രൈസ്തവ ഉൾക്കാഴ്ചകളോടും അടിസ്ഥാനങ്ങളോടും കൂടെ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ട ഇപ്പം പറഞ്ഞു, എന്നും അതുപോലെ തന്നെ കിടക്കുക എന്നുള്ളതല്ല, മുൻപോട്ട് പോകണം. അതിന് ഭാരതീയമായിരിക്കുന്ന ഒരു ഉൾക്കാഴ്ചയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് വടശ്ശേരി തിരുമേനി ഈ മണ്ണിൽ താമസിച്ചുകൊണ്ട് കണ്ട ഒരു സ്വപ്നമായിരുന്നു. നമുക്കിന്നും നമ്മള് വടശ്ശേരി തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച കൺവെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ആധ്യാത്മിക പ്രഭാഷണങ്ങളെന്നോ ധ്യാന പ്രബോധനങ്ങളെന്നോ ഒക്കെ പറയാനായിട്ട് കുറെ കൂടി നല്ല ചില കാര്യങ്ങൾ നമുക്കുണ്ട്. അതുപോലെ ആരംഭിക്കുമ്പോൾ എന്ത് വിഷയമേ എന്നുള്ളതും എന്റെ ദൈവമാകുന്നത് എന്നുള്ളത് ചൊല്ലിയാലേ നമ്മുടെ കൊയറിന്റെ വാട്ടാകും എന്നുള്ള ഒരു സങ്കല്പമൊക്കെ ഒന്നും മാറണം. നമുക്ക് ഭാരതീയമായിരിക്കുന്നതും അല്ലെങ്കിൽ തീരെ കുറഞ്ഞത് സുറിയാനി പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പൗരസ്ത്യ ധ്യാനാത്മകമായ ഗീതങ്ങൾ ചൊല്ലുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ദോസിന്റെ ഭാഗമായിട്ട് നമുക്കൊന്ന് അതിന് അടിസ്ഥാനം ഉറപ്പിച്ചിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകണം. അത് നമ്മുടെ വളരെ അടിയന്തരമായ ആവശ്യമാണ്. മറ്റൊരു കാര്യം കൂടെ ഞാനൊന്ന് നിരീക്ഷണത്തിൽ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മള് പുറത്ത് പറയുമ്പോൾ മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ വടശ്ശേരി തിരുമേനിക്ക് വ്യത്യാസമില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഭരണഘടന അദ്ദേഹം ഉണ്ടാക്കിയതല്ല. അത് വളരെ വ്യക്തമാണ് ചരിത്രത്തിൽ. സഭയിൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടി രണ്ട് കക്ഷികൾക്കും സ്വീകാര്യമായ ഒരു ഫോർമുല എന്നുള്ള നിലയിൽ അൽമായ പ്രമുഖന്മാരെ രൂപീകരിച്ചതായ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ചർച്ച നടക്കുമ്പോൾ വടശ്ശേരി തിരുമേനി ഇവിടെ മുറിയിൽ താമസിച്ചുകൊണ്ട് സ്വന്തം കൈകൊണ്ട് ഒരു ഭരണഘടനാ നക്കൽ ഉണ്ടാക്കി അത് തന്റേതായ രീതിയിൽ മറ്റൊരു പ്രസിദ്ധീകരണത്തിന് പ്രസിദ്ധീകരിച്ചു. 150 കോഴ്സ് ഉണ്ടായിരുന്നു. അത് മലങ്കര നസ്രാണികൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അത് മുഴുവൻ കിടപ്പുണ്ട്. ആ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഈ 150 ക്ലോസ് ഉള്ള വടശ്ശേരി തിരുമേനി രൂപീകരിച്ച ഭരണഘടനയും ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഭരണഘടനയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തുന്നു. ഇന്നുള്ളതിനെ ഒട്ടും കുറച്ച് പറയുകയില്ല. അത് അനിവാര്യമായിരുന്നു ചരിത്രത്തിന്റെ ഒരു പ്രധാന ഘട്ടം. പക്ഷേ അതുണ്ടായ കാലഘട്ടത്തിന് എത്രയോ മുന്നോട്ട് കണ്ടുകൊണ്ടുള്ളതായ ഒരു ഭരണഘടനയാണ് വടശ്ശേരി തിരുമേനി നക്കല ഉണ്ടാക്കിയതെന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. മലങ്കര സഭയ്ക്ക് 4 ആർച്ച് ബിഷപ്പന്മാരുടെ സ്ഥാനങ്ങൾ പോലെയുള്ള 4 കേന്ദ്രങ്ങൾ ഉണ്ടായി.
അവരുടെ കീഴിൽ ഓരോരോ പ്രാദേശിക സുന്നഹദോസുകൾ ഉണ്ടായി. ആ സുന്നഹദോസുകളുടെ കീഴിൽ പ്രാദേശികമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വർഷത്തിൽ ഒരിക്കൽ ആകമാന സുന്നഹദോസ് ഉണ്ടായി. അങ്ങനെയുള്ളതായ വളരെ കൃത്യമായ ഒരു ഭരണ സംവിധാനത്തെ കണ്ടുകൊണ്ടുള്ളതായ ഭരണഘടന അദ്ദേഹം മനസ്സിൽ കണ്ടു, എഴുതി വെച്ചു. നമ്മുടെ കയ്യിൽ ഉണ്ട് സാധനം. അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകുവാൻ അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമാണ്. സഭയില് രണ്ട് കക്ഷികളുള്ള ഒരവസ്ഥയില് രണ്ട് കക്ഷികളെ യോജിപ്പിക്കാൻ വേണ്ടി ഒരു കക്ഷിയിലുള്ളവര് മറ്റുള്ളവരെ കൂടെ ചേർത്തുകൊണ്ട് അവർക്കും ആവശ്യമായിരിക്കുന്ന സ്വീകാര്യമായിരിക്കുന്ന കാര്യങ്ങളെ വെച്ചാൽ പിന്നീട് അത് ഒരു കക്ഷി മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ എന്നുള്ള ഘട്ടം വന്നാൽ ആ കക്ഷിയുടെ മേൽ വല്ലാത്ത നിബന്ധനകളായിട്ട് ബോണ്ടേജ് ആയിട്ട് വരുമെന്ന് തിരുമേനി എഴുതി വെച്ചിരിക്കുക. എന്റെ ഭരണഘടനയുടെ ആമുഖ ഭാഗത്ത് സംഭവിച്ചത്. അതുകൊണ്ട് എന്തെങ്കിലും ഈ ഭരണഘടനയുടെ പരിഷ്കാരം ഭാവിയിലേക്ക് വരുമ്പോൾ ഗൗരവതരമായിട്ട് വട്ടശ്ശേരി തിരുമേനി ഈ മണ്ണിൽ താമസിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഭരണഘടന വളരെ കാര്യമായിട്ട് നമ്മുടെ പഠന വിഷയമാക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ചരിത്ര പണ്ഡിതന്മാരുടെ രണ്ട് ചരിത്ര സംശയങ്ങളൊന്ന് ചോദിക്കുക. ഈ പഴയ സെമിനാരി ചാപ്പല് പുതുക്കി പണിതു എന്നുള്ളത് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അത് വട്ടശ്ശേരി തിരുമേനിയുടെ കാലത്താണോ അതിനു മുമ്പാണോ എന്നുള്ളത് ഒന്ന് ഇവിടെ കോഴിക്കോട് തിരുമേനി ഇവിടെ ഉണ്ട്, ഇവിടെ നൽപ്പാനായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും ആ ഒരു സംഭവം നടക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം കുറേയേറെ ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ വിശ്വാസ പ്രബോധനത്തെ സംബന്ധിച്ച് വട്ടശ്ശേരി തിരുമേനിയുടെ അടിസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോഴേ എന്റെ വ്യക്തിപരമായ അഭിപ്രായം നമുക്കിവിടെ പഠനത്തിന്റെ ടെക്സ്റ്റ് ആയിട്ട് മതോപദേശ സാരം എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ മണ്ണിൽ പ്രവർത്തിച്ച പല സഭാ പണ്ഡിതന്മാരുടെ രചനകളെ നമ്മുടെ ടെക്സ്റ്റ് പഠിക്കുവാനുള്ള വിഷയങ്ങളാക്കി നമ്മൾ എടുക്കുകയും അതിനെക്കുറിച്ചുള്ള അത്യാവശ്യമാണ്. അത് വട്ടശ്ശേരി തിരുമേനിയുടെ രേഖകൾ തുടങ്ങിയെങ്കിലും അത് വേണമെന്നുള്ളത് നമ്മളൊന്ന് ഗൗരവതരമായിട്ട് എടുക്കണം. ഇത് നമുക്ക് ഞങ്ങളോട് എന്തിനാ പറയാൻ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. നമ്മള് ചർച്ചയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് വരുന്ന ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ പ്രയോജനകരമായ ഉൾക്കാഴ്ചകള് ബഹുമാനപ്പെട്ട ജോസ് ജോൺ അച്ഛന്റെ അവതരണത്തിൽ അച്ഛൻ വളരെ വ്യക്തമായിട്ട് തന്റെ വിഷയം പഴയ സെമിനാരിയും വട്ടശ്ശേരി തിരുമേനിയും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചു. അത് വളരെ വളരെ പ്രയോജനകരമായിരുന്നു. അച്ഛനെ പ്രത്യേകിച്ച് അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് അതിനോട് ചേർത്ത കെ വർഗീസിന്റെ അഭിപ്രായങ്ങൾ വളരെ വിലമതിക്കുന്നു. ഇത് നമുക്ക് തുടരുവാനായിട്ടുള്ള ചർച്ചകളുടെ ഒരു വേദിയാകട്ടെ എന്ന് ആശംസിക്കുന്നു.